കഴിഞ്ഞ പ്രാവശ്യം വർക്കലേ പോയത് സെപ്റ്റംബർ മാസത്തിലായിരുന്നു. സെപ്റ്റംബറിലാകുമ്പോഴത്തേക്ക് അത് ഓഫ് സീസൺ ആയിരുന്നു. അത് മാത്രമല്ല, കടലൊക്കെ കയറി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് സീസൺ ടൈമായ ഡിസംബറിൽ ഒന്നുകൂടൊന്ന് വർക്കല വിസിറ്റ് ചെയ്തു. ഞാൻ വർക്കല എത്തിയത് ഒരു സൺഡേ ആയിരുന്നു. സൺഡേ ഞാൻ വർക്കല എത്തി. പിന്നെ ട്യൂസ്ഡേ വെക്കേറ്റ് ചെയ്തു. ഞാനിവിടെ സ്റ്റേ ചെയ്തത് ഒരു ഹോസ്റ്റലിലായിരുന്നു, യെസ് ഹോസ്റ്റൽ. ഈ ഹോസ്റ്റലിൻ്റെ കാഴ്ചകളാണിത്. ഞാൻ ബുക്ക് ചെയ്തത് 4 ബെഡ് AC ഡോർമെട്രി ആയിരുന്നു. എനിക്ക് 2 നൈറ്റ്സ്, അതായത് 2 രാത്രികൾക്ക് വേണ്ടിയിട്ട് ചെലവായത് 1700 സാമാന്യം നല്ല വൃത്തിയും ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റലാണിത്. ലോണ്ട്രി സർവീസും, അതായത് സർവീസല്ല, നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള വാഷിംഗ് മെഷീനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാവുന്ന ഒരു കിച്ചണും ഇവിടെ ഉണ്ട്. കുറേ ദിവസത്തേക്ക് ഇവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്ത്, അതായത് പാർട്ട് ടൈം ഓൺലൈനായിട്ട് ജോബ്സൊക്കെ ചെയ്യുന്നവർ അവരുടെ വെക്കേഷൻ്റെ കൂടെ തന്നെ വർക്കും ചെയ്ത് ഇവിടെ താമസിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ഫോറിനേഴ്സും ഇന്ത്യൻസിനെയൊക്കെ ഇവിടെ കാണാൻ സാധിച്ചായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ചുമ്മാ ക്ലിഫിലൂടെ ഒന്ന് നടക്കാനിറങ്ങി. ക്ലിഫിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു തിങ്കളാഴ്ച ദിവസം ആയതിനാൽ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സാധാരണ വീക്ക് ബേസിലൊക്കെ അവിടെ തിരക്ക് കൂടുന്നത് രാത്രിയിലാണ്. കാരണം ക്ലിഫിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കഫേസ് ഉണ്ട്. സോ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഒരു നൈറ്റ് ടൈമൊക്കെ ആകുമ്പോഴാണ് വീക്ക് ഡേയ്സിൽ വരാറ്. വീക്കെൻഡ്സിലാണ് പൊതുവെ ഇവിടെ സീസൺ ആയാലും തിരക്ക് കൂടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ, അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ വർക്കലയിൽ വന്നപ്പോൾ കടലൊക്കെ കയറി കിടക്കുകയായിരുന്നു. ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. ബീച്ചിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഫോറിനേഴ്സൊക്കെ. അതുമാത്രമല്ല, കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതായത് പാരാഗ്ലൈഡിങ് പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ബീച്ചിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ബീച്ചൊക്കെ നല്ലതുപോലെ കാണാനും ബീച്ചിലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനും സാധിച്ചു. അതുമാത്രമല്ല, ബീച്ചിലെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിച്ചു. ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് Roby_Moments എന്നാണ്. Roby ROBY_Moments MOMENTS. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സാധാരണ കാഴ്ചകളൊക്കെ. ഞാൻ വേറെ ഇങ്ങോട്ടുമൊന്നും പോയില്ല. ഈ ക്ലിഫും ബീച്ചുമൊക്കെ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഹോസ്റ്റലിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ ബൈ.